ഇപ്പോൾ നമ്മുടെ ഏജിലുള്ള സുഹൃത്തുക്കളിലേക്ക് കാണുമ്പോൾ ചില സമയത്ത് എക്സ്ട്രീംസ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര സോബറായിരിക്കും, ചില സമയത്ത് ഭയങ്കര വിഷമത്തിലായിരിക്കും. അപ്പോൾ ചിലവർ പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. എൻ്റെ ഒരു കൊളീഗ് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ചൂടായിട്ട് പിന്നെ സമാധാനത്തോടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പെരുമനുസരിച്ചുകൊണ്ടിരിക്കും, നീ അങ്ങനെ കരുതിയാൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നത് എൻ്റെ ബ്രെയിൻ ഫോഗ് കാരണം. എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു പ്രോഗ്രാമിൻ്റെ കോളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നു, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈവ് അല്ലേ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഞാൻ എൻ്റെ ബ്രെയിൻ ഫോഗിൻ്റെ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഒരു മാസത്തിലെ ഏത് ദിവസത്തിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ബിക്കോസ് അത്രയും ഫ്ലക്ച്വേഷൻ ഓഫ് ഹോർമോൺസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഷോക്കാവുന്നില്ല. എനിക്ക് ലൈഫിനെ മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന ഡേയിൽ എൻ്റെ ഒരു ഡേ 24 ഞാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഡേ 14 ഞാൻ ചിലപ്പോൾ ഭയങ്കര ഡ്രസ്സ് ചെയ്ത് വലിയ കമ്മലൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ റെഡിയാക്കിയിട്ട് വരുമായിരിക്കും. ഡേ 24-25 എനിക്ക് തീരെ എനർജി ഇല്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ഡു എനിത്തിങ്. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷൻ നമ്മൾ സ്ത്രീകളാദ്യം അതിനെ മനസ്സിലാക്കണം. ദാറ്റ് നമ്മുടെ ലൈഫിലെ ഈ ആക്ച്വൽ ഫ്ലക്ച്വേഷൻസ് റാൻഡം അല്ല, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ പോലെ അല്ല, ഇത് വേവ്സിലാണ്. ഈ വേവ്സിനെ പഠിക്കുകയും ഇതെങ്ങനെയാണ് ഡേ 1 to 14 എങ്ങനെയാണ്, 14 to 28 എങ്ങനെയാണ്, ഏതാണ് ഹോർമോൺസ്, ആ സമയത്ത് നമ്മളെങ്ങനെയാണ് ഓരോ ഹോർമോൺ എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആദ്യം സ്ത്രീകൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ പ്രായോഗികമാക്കിയ കാര്യങ്ങൾ ഞാൻ ഈ ബുക്കിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ കംപ്ലീറ്റ് ടോപ്പിക്കിനെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ബേസിക് ഓവർവ്യൂ കിട്ടാൻ. അതെ, ബിക്കോസ് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. ബിക്കോസ് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ശരിക്കും അനുഭവിക്കുകയാണ് ആ ബിഹേവിയർ, എന്താ ഇപ്പോൾ സംഭവിച്ചത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് എപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെയാണ്. 24 hour സൈക്കിളിൽ ടെസ്റ്റോസ്റ്ററോൺ 24 hour സൈക്കിളാണ്. 24 hours ഇത് പുതുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എവറി ഡേ ഇസ് ജസ്റ്റ് അനദർ ഡേ. സ്ത്രീകൾക്ക് 28 ദിവസമാണ് ഒരു സൈക്കിൾ, മറ്റേത് 24 hours ആണ് ഒരു ടെസ്റ്റോസ്റ്ററോൺ സൈക്കിൾ. സ്ത്രീകളുടെ ഹോർമോൺസിൽ 28 ദിവസമാണ് ഒരു സൈക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ദിവസം, അതാണ് 28 ദിവസം സ്ത്രീകൾക്ക്. അപ്പോൾ ആ 28 ദിവസത്തിൽ പക്ഷേ 28-24 മണിക്കൂറുകൾ പോകുന്നുണ്ട്. ആ ഡേ നമ്മളെപ്പോഴും സ്ത്രീകളെ പ്രതീക്ഷിക്കുന്നത് പുരുഷന്മാരെ പോലെ അവർ ഇന്നലത്തെ പോലെ ആയിരിക്കും എന്നാണ്. അല്ല, ഡേ 1 ഇതുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഡേ 1 ഓഫ് എ വുമൺ സൈക്കിൾ എന്ന് പറയുന്നത് അവരെ പീരിയഡ് തുടങ്ങുന്ന ദിവസമാണ് ഡേ 1. അന്ന് അവരെങ്ങനെയായിരിക്കും, ഒരു സംഭവം നടക്കുകയാണ്, അവരുടെ ബോഡിയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു പർട്ടിക്കുലർ മൂഡിലാണ്. അവരെ ഫിസിക്കലി ഒരു സംഭവം നടക്കുന്നുണ്ട്, അതിൻ്റെ തന്നെ മെൻ്റലി ഹോർമോൺസ് ആർ ക്രിയേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ ബാലൻസ്. ബേസിക്കലി അവർ കുറച്ച് റെസ്റ്റ് വേണം, ബിക്കോസ് ബോഡി ഭയങ്കരമായിട്ട് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ 2 കുറച്ചുകൂടെ ഹെവിയറാണ്, കുറച്ചുകൂടെ ടയേർഡാണ്. ഡേ 3 ഇപ്പോൾ ഈസ്ട്രജൻ ബിൽഡായി തുടങ്ങി, ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി ഫീൽ ചെയ്ത് തുടങ്ങി, ഒന്നും കൂടെ ക്ലാരിറ്റി വന്നു, ഈസ്ട്രജനൊക്കെ വന്നു, കുറച്ച് ഡ്രൈവൊക്കെ വന്നു, തിരിച്ച് ആംബിഷനും ഡിസയറൊക്കെ വരികയാണ് കാര്യങ്ങൾക്ക്. അപ്പോൾ ഇത് ആക്ച്വലി സീസൺസ് പോലെയാണ്. അപ്പോൾ ഇത് വിൻ്റർ ആണെന്ന് വിചാരിക്കുക. ഡേ 1 വിൻ്റർ, എല്ലാം തണുത്താകെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്നാൽ മതി, എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ തിന്ന് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, ഒന്നും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. ആ ഒരു വിൻ്ററാണ്. വിൻ്റർ 1, 2, 3, 4 ഡേയ്സ് വിൻ്റർ കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് സ്പ്രിങ് തുടങ്ങുക. അപ്പോൾ ഇനി പൂക്കളൊക്കെ വിടർന്നു, നമുക്ക് പോവാം, പുറത്ത് പോവാം, ഔട്ടിങ്ങിന് പോവാം, നമുക്കിവിടെ പോവാം, സിനിമയ്ക്ക് പോവാം, ജിമ്മിലേക്ക് പോവാം, വർക്കൗട്ട് ചെയ്യാം. ഭയങ്കര എനർജി, ബിക്കോസ് ഈസ്ട്രജൻ ആണ് നമ്മുടെ താരം, ദ സ്റ്റാർ ഹോർമോൺ. അപ്പോൾ സ്ത്രീകൾ ഭയങ്കര, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാൽ വിൻ്റർ ആയിരുന്നു. അങ്ങനെ കണ്ടു തുടങ്ങിയാൽ സ്ത്രീകളെ ഒരു 28 ദിവസത്തിൽ വിൻ്ററാണ്, പിന്നെ സ്പ്രിങ് ആവും, പെട്ടെന്ന് ഭയങ്കര എല്ലാം കിളികൾ പാടുന്നു, പൂക്കൾ വിടരുന്നു എന്ന് പറഞ്ഞ ഒരു ടൈമാണ്. ഭയങ്കര പ്ലസൻറ്റ്, ഭയങ്കര ഔട്ട് ഗോയിങ്. ഇതേ പേഴ്സൺ ഡേ ബിറ്റ്വീൻ 10 and 15
ഭയങ്കര ഡിസയറും ഭയങ്കര സെക്ഷുവലി ആക്റ്റീവ് ഒക്കെ ആവുന്ന ടൈം ഇതാണ്. ബിക്കോസ് ഓവുലേഷൻ ആണ്. നാച്ചുറലി ബോഡി പറയാണ് ഓക്കെ ദിസ് ഇസ് ദ ടൈം, ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇത് ബയോളജിക്കലാണ്. എന്നിട്ട് ഈ പേഴ്സൺ ബിക്കോസ് ഈസ്ട്രജൻ ഇനി കുറയാണൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഈ സീസണിലെ ഈസ്ട്രജൻ കഴിഞ്ഞു. ഈസ്ട്രജൻ താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ആൾ കയറണം. ഇതാണ് സൈക്കിൾ. ആ ല്യൂട്ടിനൈസിങ് ഫേസ്, ഫോളിക്കുലർ ഫേസ്, ല്യൂട്ടിനൈസിങ് ഫേസ് എന്ന് പറയുന്നതിന്. അപ്പോൾ ബേസിക്കലി 3 ഹോർമോൺസാണ് സ്ത്രീകളെ ഏറ്റവും റൺ ചെയ്യുന്നത്. ഇപ്പം മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ സ്ത്രീകളിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പിന്നെ ഒരു സർട്ടൻ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്. ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് വരുന്നത് ഈ ഓവുലേഷൻ പീരിയഡിൽ. അതാണ് ഈ ഫുൾ ജോഷ്. അത് കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ആവും. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കയറണം. എന്നുവെച്ചാൽ ഇതിനെ ഓട്ടം, സമ്മർ എന്ന് പറയാം. സമ്മറാണ് നമ്മുടെ ഓവുലേഷൻ പീരിയഡ്, ഫുൾ എനർജി. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓട്ടമിലോട്ട് കയറുകയാണ്. ഇലകൾ കൊഴിയുന്നു, ആകെ പതുക്കെ ആവേശമൊക്കെ കുറച്ച് നമ്മളിങ്ങനെ പതുക്കെ കുറച്ച് മൂടിയാവുന്നു. ഡേ 16, 17, 18 ഓഫ് ദ സൈക്കിൾ ആരുമില്ല. ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും പോയി, പ്രൊജസ്ട്രോൺ കയറിയിട്ടുമില്ല. ആരുമില്ലാത്ത വീട്. ഇവിടെയാണ് PMS എന്ന് പറയുന്ന ഫേമസ് കക്ഷി കയറുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞു തുടങ്ങിയ. ബേസിക്കലി വാട്ട് ഇസ് ഹാപ്പനിങ്, ദർ ആർ നോ ഹോർമോൺസ് ഇൻ ദ ബോഡി. അപ്പോൾ ഒരു വോയിഡാണ്. അപ്പോൾ ആകെ ബ്ലാങ്കാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാലൊക്കെ പൊട്ടിത്തെറിക്കുക. എന്ന് വെച്ചാൽ ബേസിക്കലി ബ്ലാങ്ക്. അപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മളെ നമ്മുടെ ലൈഫ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങും. നമുക്കറിയാം, ഇപ്പോൾ ഈ സ്ത്രീകൾക്കറിയാം അവരങ്ങ് ഡൗൺ ആവും. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഫ്ലോ ആണ്. ഒരു കടലിൻ്റെ തിരകൾ പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫുൾ ഫ്ലോ അറിയണം. ഡേ 14 to 28 ഇനി പ്രൊജസ്ട്രോൺ, ഇനി പതുക്കെ പതുക്കെ മടി കൂടി 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 വന്ന് വെയിറ്റ് ഗെയിനും സംഭവിക്കും. നീര് വെച്ച് തുടങ്ങും. ബിക്കോസ് ബോഡി ഇനി അടുത്തൊരു വലിയൊരു കാര്യത്തിലോട്ട് പ്രിപ്പയർ ആവുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതൽ വേണം, ഷുഗർ ക്രേവിങ്സ് വരും. ബിക്കോസ് ഗ്ലൂക്കോസ് നിന്നാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നത്, കൊളസ്ട്രോളിൽ നിന്നാണ് ഈസ്ട്രജൻ ഉണ്ടാവുന്നത്. ഇൻ എ പെരിമെനോപോസൽ വുമൺ. നോർമലി ടിൽ പെരിമെനോപോസ് അത് ഓവറീസാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പെരിമെനോപോസ് എന്ന് പറയുന്നത് വലിയൊരു ചേഞ്ചിൻ്റെ ടൈമാണ്. വെൻ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഇനി അതിൻ്റെ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറുകയാണ് ബോഡിയിൽ. അഡ്രീനൽ ഗ്ലാൻസിൻ്റെ മുകളിലുള്ള, കിഡ്നീസിൻ്റെ മുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഗ്ലാൻസ് ഉണ്ട്. അവരാണ് ഈ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. ഓവറീസ് ഇനി എല്ലാ പ്രൊഡക്ഷൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ പെരിമെനോപോസ്. ഭയങ്കര ഡിഫിക്കൾട്ട്, പ്രതിസന്ധി നിറഞ്ഞ ഒരു ടൈമാണ്. ഒരുപാട് ഡെഫിഷ്യൻസീസ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എല്ലാം പുറത്തു വരും. അപ്പോൾ ഇതിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ആദ്യം എന്താണ് 28 ദിവസത്തിൽ സംഭവിക്കുന്നത്? ഇത് നോർമലാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഏജിലും. അതായത് ടീനേജ് മുതൽ മെനോപോസ് വരെ ഒരു മാസത്തിൽ അവർ 4 സീസൺസിലൂടെ നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലുള്ള സ്ത്രീകളെ കണ്ടു തുടങ്ങിയാൽ, ഇപ്പോൾ അമ്മയായാലും സിസ്റ്ററായാലും ഭാര്യയായാലും പെൺമക്കളായാലും അവരെ കാണുമ്പോൾ ഒരു സീസണായിട്ടാണ് അവരൊരു മാസത്തിൽ കാണേണ്ടത്. ഇപ്പോൾ ഏത് സീസണിലാണ്? ഇപ്പോൾ വിൻ്ററാണ്, ശരി, ഇനി അങ്ങോട്ട് പോകും. സ്പ്രിങ് ആകുമ്പോൾ ഓക്കെ എല്ലാം അടിപൊളി. പിന്നെ സമ്മർ ഭയങ്കര ജോഷ്. പിന്നെ അങ്ങോട്ട് പതുക്കെ കുറഞ്ഞ് ഓട്ടം, വീണ്ടും വിൻ്റർ, ഇതിങ്ങനെ തുടരും. അപ്പം നമ്മൾ അങ്ങനെ സ്ത്രീകളെ കാണുമ്പോൾ ഓക്കെയാണ്. പുരുഷന്മാർക്ക് എല്ലാം ഇത്രയേ ഉള്ളൂ. രാവിലെ എണീറ്റു, രാത്രി ആയപ്പോഴേക്കും രാവിലെ എണീറ്റു, ഇത്രയേ ഉള്ളൂ ഡിഫറെൻറ്റ്. പക്ഷെ സ്ത്രീകൾക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങി അടുത്തത് വന്നു പോയി. അപ്പം നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനെയും നമുക്ക് അങ്ങനെ ഈക്വലൻ്റ് ആയിട്ട് ഒരു 1 ഡേയിൽ കൺസിസ്റ്റൻസി കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരെ പോലെ, പക്ഷേ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഡെയിലി ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല. ഡെയിലി ആര് പറഞ്ഞു സ്ത്രീകൾ ജിമ്മിൽ പോകണമെന്ന്? പുരുഷന്മാർ ഡെയിലി പോയിക്കോട്ടെ, അവർ ടെസ്റ്റോസ്റ്ററോൺ ഡ്രിവൺ എൻജിനാണ്. ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ക്രീച്ചറാണ്. അപ്പം നമുക്ക് ഒരിക്കലും മെയിൽസ് ആൻഡ് ഫീമെയിൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദീസ് ആർ പെർഫെക്റ്റ്ലി കോംപ്ലിമെൻ്ററി സിസ്റ്റംസ്.